ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി. ലോങ് വീഡിയോസ് ഫസ്റ്റ് ഞാൻ നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് ഷോർട്സിലേക്ക് തിരിഞ്ഞു, ലോങ് വീഡിയോസ് ഇടാതെ. പക്ഷേ ലാസ്റ്റ് വീഡിയോന്റെ റെസ്പോൺസ് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും രാവിലെ തന്നെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കൽത്തപ്പ ഉണ്ടാക്കിയിട്ട് ഉപ്പാക്ക് ഉമ്മ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നുകൂടെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മാവ് ഉമ്മ രാവിലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അനിയത്തിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു. അപ്പോൾ ഇന്നലെ പോകാൻ പറ്റിയില്ല. ഇന്ന് പോയിട്ട് അവളെ ചേർക്കണം. കാര്യമായിട്ട് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ഞാനും അവളും കൂടെ ആകുമ്പോൾ സ്കൂട്ടി പോകാമല്ലോ. അപ്പം അമ്മനോട് ഞങ്ങൾ പോയിക്കോളാന്നാണ് ഞാൻ പറഞ്ഞു. ഈ ഒരു മോയ്സ്ചറൈസറിന്റെ പിന്നിലൊരു കഥയുണ്ട്. എനിക്ക് അക്കോളജിക്കയുടെ സൺസ്ക്രീൻ നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അതൊരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് പിന്നെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ വന്നപ്പോൾ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടെ വാങ്ങി. പക്ഷെ വാങ്ങിയപ്പോൾ വേറൊരു വേരിയന്റ് ആയി, യെല്ലോയും ഓറഞ്ചും കൂടെ കൺഫ്യൂഷനായി. എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തെന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇതിനെന്താ പറയുക, കുറച്ച് ഫ്രാഗ്രൻസ് ഉണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടും കേട്ടോ, എനിക്കെന്തോ അത്ര കുത്തുന്ന സ്മെൽ ഇഷ്ടമല്ല. അനിയത്തിക്ക് ഇഷ്ടപ്പെട്ടു, അവൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അവൾക്ക് ആക്ച്വലി വേണ്ടത് കൊമേഴ്സ് ആയിരുന്നു, പക്ഷെ കിട്ടിയിട്ടുള്ളത് ഹ്യൂമാനിറ്റീസ് ആണ്. പിന്നെ ഇനി സെക്കൻഡും തേർഡും അലോട്ട്മെന്റ് ഒക്കെ വരാനുണ്ടല്ലോ, അപ്പോൾ മാറി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഒന്നാമത് മലപ്പുറം ജില്ലയിൽ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് സീറ്റിനൊക്കെ. എല്ലാം കൊടുത്തു. മെയിൻ ആയിട്ട് കൊടുക്കാനുള്ള ടിസിയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും മറന്നു. പിന്നെ തിരിച്ചു പോയിട്ട് അതും കൊണ്ട് കൊടുത്തു. ഇനി ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ചെറിയ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് കേക്ക് ഇപ്രാവശ്യം നല്ല മോസ്റ്റ്ലി ഞങ്ങൾ ഉണ്ടാക്കാറാണ്. ആരടാ ബേക്കിങ്ങിന്റെ സാധനത്തിന്റെ ഇടയ്ക്ക് ബ്രഷ് ഒക്കെ കൊണ്ടുവന്നിട്ടേക്കണം. ഞങ്ങളെ മൂന്നാളുടെയും ബർത്ത്ഡേക്ക് ഇങ്ങനെ ഇടയ്ക്ക് കേക്ക് ഉണ്ടാക്കാറ് തന്നെയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അമ്മായിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കേക്ക് കൊണ്ടുതരും. അതിന്റെ ഇടയ്ക്ക് ഞാൻ സാധനം ഇട്ടിരുന്ന ട്രോളിയും കാണാണ്ടായി, വേറൊരാൾ ഉന്തിക്കൊണ്ടുപോയി. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കൊറോണയുടെ സമയത്ത് ഈ ബേക്കിങ്ങിനോട് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. മെയിനായിട്ട് വീട്ടിലില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റും ക്രീമും തന്നെയാണ്. അത് വാങ്ങിയാൽ പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ്. പക്ഷെ എൻ്റെ കേക്കിന് ഒരിക്കലും ഫിനിഷിങ് ഉണ്ടാവില്ല. അതാണ് എത്ര കേക്ക് ട്രൈ ചെയ്താലും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇതിലേക്കേ എത്തില്ല. അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്നു. ഇനി ലഞ്ച് കഴിക്കാനായി ചോറ്, സാമ്പാർ, വത്തൾ പൊരിച്ചത്, വത്തൾ എന്നാ പറയുക, നത്തോലി അങ്ങനെയും പറയും. പിന്നെ സോയാബീന്, അത് രാവിലെ അനിയത്തിക്ക് കൊണ്ടുപോകാനും ഉണ്ടാക്കിയതാണ്. പിന്നെ ഉപ്പേരി ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഉപ്പേരി. എനിക്ക് ഉപ്പേരി തീരെ ഇഷ്ടമല്ല. അമ്മ ചോദിക്കും ചെയ്യും, ഉപ്പേരി എന്താ നിന്നെ പിടിച്ച് കടിക്കുമോ? എനിക്കറിയില്ല, എനിക്ക് ചോറിൻ്റെ കൂടെ തീരെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് ഉപ്പേരിയാണ്. എന്നാൽ എൻ്റെ അമ്മ ആണെങ്കിൽ ഉപ്പേരി മാത്രം കൂട്ടി കഴിക്കും. പിന്നെ തലവേദന ആയിരുന്നു ഗൈസ് എനിക്ക്. പിന്നെ എവിടെയെങ്കിലും പോയി വന്നാൽ ഇപ്പോൾ നല്ല തലവേദനയാണ്. എന്നെ അറിയാത്തവർക്ക് വേണ്ടി, ഞാനൊരു BTech തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. പോവലും വരലൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഫ്ലോയിൽ പോവാൻ മാച്ച് ഉണ്ടായിരുന്നു. അതിരുന്ന് കാണുമായിരുന്നു. രാവിലെ നൂലപ്പാണ് കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കി മാവ് വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. വൈകുന്നേരം ആട്ടോ നമ്മളിത് കഴിക്കുക. എന്നൊന്നുമില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ചെറിയ അനിയത്തി സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവൾക്ക് കഴിക്കാൻ വേണം. പിന്നെ ഇപ്പോൾ ഞാനും സെമ്പറേക്ക് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോവും. അപ്പോൾ പിന്നെ ഇതൊന്നും എനിക്കും കിട്ടില്ല. ഇവിടെ ഒരു കോമഡി ഉണ്ടായിട്ടാ, ബാക്കി മാവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേങ്ങയും ശർക്കരയും വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആണ് ഉമ്മ വെക്കണേ. അപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്ത് ഉമ്മ ഇതിൽ കുറച്ചധികം ഫില്ലിങ്സ് വെച്ച് പറഞ്ഞിട്ട് വലിയ അനിയത്തി കൂടെ നിന്നിട്ട് അതിലെന്തെങ്കിലും അടയാളം ഇടാൻ പറ്റുമോ, അത് എനിക്ക് തന്നെ വേണമെന്ന് പറയായിരുന്നു. എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പഞ്ചസാരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് നൂലപ്പം അങ്ങനെ കഴിച്ചോളാം എന്ന് പറഞ്ഞു മാനോട്. ഓ മൈ ഗോഡ്, ഇന്ന് ആകെ മൊത്തത്തിലൊരു ഷുഗർ ഡേ, പഞ്ചാര ദിനാണല്ലേ. ഞാനൊരു ഫുട്ബോൾ പ്രിയ ആണ്, പക്ഷേ ഇൻ്റർനാഷണൽ മാച്ചസ് ഫുള്ള് രാത്രി, അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയം ഞാൻ ഫുൾ ഉറക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും രാവിലെയുള്ള മാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് കാണാൻ പറ്റും. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇത് ഇന്നലെ പോയപ്പോൾ വാങ്ങിയതാട്ടോ. ആക്ച്വലി ഞാനൊരു ഫേസ് വാഷിനാണ് പോയത്, പക്ഷേ ടാൻ റിമൂവൽ എന്ന് കണ്ടപ്പോൾ ഒരു ചാട്ടം. അപ്പോൾ വാങ്ങിയത് ഫേസ് മാസ്ക് ആയി. എന്തായാലും ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് DIY ആയിട്ട് എന്തെങ്കിലും ഫേസ് മാസ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിടാറുണ്ട്. പിന്നെ നമ്മൾ എന്ത് ഫേസിലിടുകയാണെങ്കിലും നമ്മുടെ ഫേസിന് അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഇടുക. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ചോറും മത്തൻ്റെ ഇല താളിച്ചതും പിന്നെ ഒരു ഉണ്ണിപ്പിണ്ടി വെച്ചതായിരുന്നു, ഉണ്ണിപ്പിണ്ടിയും പയറും വെച്ചത്. പിന്നെ വത്തൽ തന്നെ വറ്റിച്ചതുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റലിൽ പോകുമ്പോൾ ഇതാണ് മിസ് ചെയ്യണത്. ഞാൻ എത്ര വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല. വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ നല്ലോണം അത്യാവശ്യം കഴിക്കും. അപ്പോൾ ഇതൊക്കെ മിസ് ചെയ്യും അവിടെ പോകുമ്പോൾ. ഞാൻ വീഡിയോ എടുക്കുന്നത് ഏത് ഫോണിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേര്. ഐഫോണിലാണ്, അത് ഉമ്മാൻ്റെ ഫോണിലാണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ റിയൽമീൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോണാണ്. അത് പട്ടിപ്പാളീസായി 4.5 കൊല്ലമായി. അപ്പോൾ അത് മാറ്റി വേറെ ഒന്ന് വാങ്ങാൻ വേണ്ടി ഞാൻ കടയിലൊന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. വൈകിട്ടൊരു 6-7 മണിയായപ്പോൾ ഞാൻ കിച്ചണിൽ കയറി കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. ആകെ കൺഫ്യൂഷനായിരുന്നു. വാഞ്ചോ കേക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. വാനിലയും ചോക്ലേറ്റും ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കണോ, അത് പിന്നെ അനിയത്തിക്ക് കട്ട് ചെയ്യാനാണെങ്കിൽ ഫുൾ ചോക്ലേറ്റ് കേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാക്കണോ, ആകെ കൺഫ്യൂഷൻ ആയപ്പോൾ ഞാൻ 2 കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറേ ആയി കേക്ക് ഉണ്ടാക്കിയിട്ട്.
അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ആണ് ഉണ്ടാക്കുക, എന്നാൽ പിന്നെ രണ്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വാനില കേക്ക് എപ്പോൾ ഉണ്ടാക്കിയാലും കുഴപ്പമില്ലാതെ കിട്ടും കേട്ടോ. എനിക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ച് സ്പഞ്ചിന് വേറൊരു രീതിക്ക് വരിക. അപ്പോൾ ടച്ച് വിട്ടതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് കേക്ക് ഒരു സാമ്പിൾ ഉണ്ടാക്കാം ഫസ്റ്റ് എന്ന് വിചാരിച്ചു. വാൻചോ കേക്കിൽ 2 വാനിലയുടെ ലെയറും ഇടയ്ക്കൊരു ചോക്ലേറ്റ് ലെയറും വെച്ചു. ഞാനും വലിയ അനിയത്തിയും കൂടിയാണ് ഇത് ഉണ്ടാക്കണേ. കേക്ക് ഉണ്ടാക്കാൻ നിന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ക്രീമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്രീം തേക്കൽ പരിപാടിയൊക്കെ തുടങ്ങിയത് ഒരു 9:30 ആ സമയത്താണ്. ഞങ്ങൾ വേഗം 2 മണിക്കൂർ കൊണ്ട് ഇത് തീർത്തിട്ട് കിടന്ന പിന്നെ രാവിലെ ഇതിലേക്ക് തിരിയണ്ടല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കറണ്ട് കറക്റ്റ് സമയത്ത് പോയത്. ഇത്ര ദിവസം പോവാത്ത കറണ്ട് കറക്റ്റ് സമയത്ത് പോയി. ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പോയി, സ്റ്റിഫ് ആയില്ല ക്രീം. എനിക്ക് കുറച്ച് ദേഷ്യം വന്നു. ഇത് ഒരു വട്ടാണെങ്കിൽ കുഴപ്പമില്ല, പോയി വന്നും കളിക്കുക. കറണ്ട് പോവുക, 10 മിനിറ്റ് കഴിയുമ്പോൾ വരിക, പിന്നെയും പോവുക. ഇത് തന്നെ ഇങ്ങനെ. അന്നാണെങ്കിൽ പോർച്ചുഗലിന്റെ മാച്ച് ഉണ്ട് ആ സമയത്ത്. നോ ഹെയ്റ്റ്, പക്ഷെ കളി കാണണ്ടെന്നുള്ള രീതിയിൽ ആരെങ്കിലും ഇനി കിടന്ന് കറണ്ടി കളിക്കുകയാണോ? കാരണം ഇപ്പൊ മഴ പോലും ഉണ്ടായിരുന്നില്ല. എന്താണ് അങ്ങനെ പോയി വന്നും കളിച്ചതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേന്ന് ഡോക്ടർ ക്രോമിന്റെ സ്റ്റോറി കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് പവർ കട്ടായിരുന്നു. 6 മണിക്ക് ശേഷം ഇപ്പോൾ ഇടയ്ക്ക് പവർ കട്ട് ഉണ്ടാവും 12 മണി വരെ എന്ന് ഒരു ന്യൂസ് കണ്ടു. എന്തായാലും ആ ക്രീം തേക്കൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തീരെ മൂടുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് കട്ട് ചെയ്യാനുള്ള കേക്ക് അത്രയും ഫിനിഷിങ്ങോടെ എങ്ങനെയെങ്കിലും ചെയ്തെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാൻജോ സൈഡിൽ ഞാൻ അത്ര ഫിനിഷിംഗ് ഒന്നും ഇല്ലാണ്ട് വേഗം തട്ടിക്കൂട്ടി ചെയ്തു. അതുകൊണ്ട് തന്നെ വാൻജോന്റെ ഒരു ടോപ്പ് വ്യൂ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ, സൈഡ് വ്യൂ കൊള്ളൂല. അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. കേക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് ഫുള്ളും നമ്മൾ കഴിക്കാനല്ല കേട്ടോ, അവളെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒന്നും അങ്ങനെ തുറന്നിടാറില്ല കേട്ടോ, ഒക്കെ അടച്ചു വെക്കണം. അപ്പോൾ ഈ 2 കേക്കും കൂടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുക എന്നുള്ളതൊരു ടാസ്ക് ആയിരുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം ദേഷ്യം വന്നെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അത് തീർക്കണം, ഇത് ഫിനിഷിങ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ നിന്ന് 12:30 മണിക്കാണ് എല്ലാം കഴിഞ്ഞത്. ഈ ഉണ്ടാക്കിയ മാത്രം പോരല്ലോ, അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകണമല്ലോ. എന്തായാലും കേക്കൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ബർത്ത്ഡേൻ്റെ അന്നത്തെ വീഡിയോസും കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. എന്താണെന്നറിയില്ല, ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ മാത്രം 2-3 ദിവസമാവും. രാവിലെ അമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കി ചിക്കൻ പൊരിച്ച് അവൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കൊടുത്തയച്ചു. വലിയ അനിയത്തിയാണെങ്കിൽ 10 കഴിഞ്ഞ് നിൽക്കണോണ്ട് തന്നെ ജൂലൈയിലാണ് +1 ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെം ബ്രേക്ക് ആയിട്ട് ഞാനും ഉണ്ട് അവളും ഉണ്ട്. നമ്മൾ അടി കൂടും, അടി സോൾവ് ചെയ്യാൻ അമ്മ വേണം. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. കുറച്ച് ദിവസം മുന്നേ അമ്മായിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നപ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ തീരുമാനമായിട്ടുണ്ട്. 2 അവിടെ നിന്ന് കൊണ്ടുവന്നതും ബാക്കി ഇവിടെ ഉണ്ടായിരുന്നതുമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അമ്മയുടെ വീട് ഞാൻ ഒരു ദിവസം വീഡിയോയിൽ കാണിക്കാം. അവിടെ ഈ പ്ലാന്റ് നഴ്സറി പോലെയാണ്, അത്രയും പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ മേലെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. മേലത്തെ ഫ്ലോർ അങ്ങനെ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ വീക്ക്ലി വൺസ് ഒക്കെയാണ് ക്ലീൻ ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്ന കുറച്ച് എസ്തെറ്റിക് പാർട്സ് ഒക്കെ സ്റ്റഡി വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇത് ചെറിയ അനിയത്തിയുടെ ഏരിയ ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മീഷോന്ന് ഓർഡർ ചെയ്ത ഒരു കപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ഐറ്റംസിനോടൊക്കെ കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. പിന്നെന്താ, നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. കറൻ്റ്ലി ഞാനിപ്പോൾ ഒരു ഓൺലൈൻ ഇൻറ്റേൺഷിപ്പ് 3 months ഡ്യൂറേഷൻ്റെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ തുടങ്ങി ഫസ്റ്റ് ഡേ ലൈവ് അറ്റൻഡ് ചെയ്തു. പിന്നെ അതിൻ്റെ പിറ്റേന്നും ഒന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇതാണ് മീഷോന്ന് വാങ്ങിയ ആ ക്യൂട്ട് കപ്പ്. എനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാം കഴിഞ്ഞ് അവസാനം നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നായിരുന്നു മൈൻഡിൽ. അതാണ് കേക്കൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എവിടെ ഫിറ്റ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ആദ്യം വോളിൽ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ അല്ലെങ്കിൽ കർട്ടൈൻസിൽ നോക്കിയാലോ എന്ന് വിചാരിച്ചു. അതെല്ലാം മാറ്റി ലാസ്റ്റ് ഹാളിലേക്ക് മാറ്റി. കർട്ടൈൻ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഈ റൂമിലേക്ക് വാങ്ങിയിട്ട്. ഇത് ഓഫ് വൈറ്റ് കളറാണ്. അപ്പോൾ ഇതിങ്ങനെ നിവർത്തിയപ്പോഴാണ് നല്ല ചളി ഉണ്ടെന്ന് മനസ്സിലായത്. മറ്റേ പോലെ കിടക്കുമ്പോൾ അതങ്ങനെ മനസ്സിലാവില്ല. ആ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് സ്വിച്ച് ബോർഡ് ഉള്ളതുകൊണ്ട് LED കൂടെ അവിടെ ഫിക്സ് ചെയ്തു. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. കസിൻസ് 2 പോപ്പർ കൊണ്ടുവന്നിട്ട് അതെടുക്കാൻ മറന്നു. കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പോപ്പറൊക്കെ പൊട്ടിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. 3 days ആണ് ഞാനിപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും. എനിവേ ഞാനിത് അപ്ലോഡ് ചെയ്യാണ്. ഇതുപോലുള്ള ലോങ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.